പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എൻ്റെ തോട്ടം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്? ആദ്യം കവിതയുടെ പേരെഴുതണം. കവിയുടെ പേര് സൂചിപ്പിക്കണം. അതിൽ കവിതയുടെ ആശയം, കവിതയുടെ സന്ദേശം, കവിതയിലെ ശബ്ദഭംഗി, താളഭംഗി, പദങ്ങൾ, പദപ്രയോഗങ്ങൾ, ഇഷ്ടപ്പെട്ട വരികൾ, എന്താണ് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നിവയെല്ലാം എഴുതണം. അങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത്. പ്രശസ്ത കവി A.V. ശ്രീകണ്ഠ പൊതുവാളിൻ്റെ ഒരു മനോഹരമായ കവിതയാണ് എൻ്റെ തോട്ടം. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും പാരസ്പര്യത്തിൻ്റെ സവിശേഷത വ്യക്തമാക്കുന്ന ഒരു കൊച്ചു കവിതയാണ് എൻ്റെ തോട്ടം. ഇതിൽ പ്രകൃതി ഭാവങ്ങളെ കവി കാണിച്ചു തരുന്നു. അതികഠിനമായ വെയിലിൽ വിയർപ്പൊഴുക്കി വിതയ്ക്കുകയാണെങ്കിൽ ആകാശത്ത് മേഘങ്ങൾ അത് കാണുവാനായി വന്നു ചേരും. കൃഷി ചെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്തിട്ട് എന്ത് കാര്യം? മേഘത്തിനു പോലും വരാനും കാണാനും പെയ്യാനും തോന്നണമെങ്കിൽ ഭൂമിയിൽ കൃഷിയുണ്ടാകണം. മേഘം എത്തുന്നത് വാനത്തിൻ്റെ വയലിലാണ്. പറമ്പിൽ നിറയെ കൃഷിയുള്ളത് കൊണ്ട് വേനൽ ചൂടിന് അങ്ങോട്ട് കടക്കാൻ കഴിയുകയില്ല. വാഴകൾ ഇടതൂർന്ന് നിൽക്കുന്നതിനാൽ വായു പോലും അങ്ങോട്ട് കയറുന്നില്ല. സസ്യജാലം ഇല്ലാതായാൽ ചൂട് കൂടും എന്നത് അറിവുള്ള കാര്യമാണല്ലോ. ചെടികൾക്ക് നൽകുന്ന വളത്തിൻ്റെ 10 ഇരട്ടിയായി അത് ഫലം നമുക്ക് നൽകും. മത്തയും കുമ്പളവുമെല്ലാം നിറഞ്ഞ കായ്കറിത്തോട്ടം അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് ഈ ചെടികളും. ജലം നൽകാൻ അല്പം വൈകിയാൽ അവ സങ്കടം കൊണ്ട് തല താഴ്ത്തും. മണ്ണും മനുഷ്യനും സസ്യലതാദികളും തമ്മിലുള്ള ദൃഢബന്ധത്തെക്കുറിച്ചാണ് കവി ഈ കവിതയിൽ പറയുന്നത്. അധ്വാനം മഹത്വമുള്ളതാണെന്നും അതിലൂടെ ലഭിക്കുന്ന ഫലവും വിളകൾ നിറഞ്ഞ തോട്ടവും കർഷകന് ആനന്ദം നൽകുന്നുവെന്നും ആണ് കവി പറയുന്നത്. ഈ കവിതയിലെ ശബ്ദഭംഗിയും പ്രയോഗഭംഗിയും നമുക്ക് നോക്കാം. 10 കൊട്ട വളത്തീനതിൻ്റെ 10 ഇരട്ടി ഫലങ്ങളുമായി എന്ന വരികളിൽ 10 എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ശബ്ദഭംഗിയാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപ്പൊഴുക്കി ഞാൻ വിത്ത് വിതച്ചാൽ എന്നീ വരികളിൽ കൊടും ചൂടാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. മത്ത കുമ്പളം എന്നിവയെല്ലാം ഒത്തതായൻ്റെ കായ്കറിത്തോട്ടം എന്ന പ്രയോഗിക്കുന്നിടത്ത് വിളകൾ നിറഞ്ഞ തോട്ടമാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അടുത്തതായി എനിക്കിഷ്ടപ്പെട്ട വരികൾ. മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റുവൈകിച്ചാൽ പൊൻകുറിയിട്ട വെള്ളരി വള്ളി സങ്കടത്താൽ തലതാഴ്ത്തി നിൽക്കും എന്ന വരികളാണ് എനിക്കിഷ്ടപ്പെട്ട വരികൾ. കാരണം സസ്യങ്ങളും മനുഷ്യരെ പോലെയാണ് എന്ന സൂചന ഈ വരികളിൽ ഉണ്ട്. വിശപ്പ് സസ്യങ്ങൾക്കും ഉണ്ട് എന്ന സൂചനയാണ് ഈ വരികളിലുള്ളത്. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും കൃഷിയുടെ മഹത്വത്തെക്കുറിച്ചും ആണ് ഈ കവിതയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.